ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ദുരിതബാധിതരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരാശയക്കുഴപ്പവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും എംപിമാരും എംഎൽഎമാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് എന്നും വി ഡി സതീശൻ. ഭൂമിക്കടിയിൽ പ്രകമ്പനമുണ്ടായ ചാവക്കാട് തിരുവത്ര പുതിയറ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികൾക്ക് ദുരിതമാകുന്നു. രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ. സ്വകാര്യ ഏജൻസി തൃശൂരിൽ നടത്താനിരുന്ന മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാറ്റിവെച്ചത് ഉദ്യോഗാർത്ഥികളെ വലച്ചു. കൃത്യമായ അറിയിപ്പ് ലഭിക്കാത്തതിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. ന്യൂനതകൾ പരിഹരിച്ച് മാറ്റിവെച്ച റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മറ്റൊരു ദിവസം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ. മുണ്ടൂർ പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു കയറി വീട്ടമ്മ മരിച്ചു. ചൂണ്ടലിൽ ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പും വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും സന്ദർശിച്ച ശേഷം വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ദുരന്തവിവരം അറിഞ്ഞപ്പോൾ തന്നെ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു. ദുരിതകാലത്ത് ഒന്നിച്ചു നിൽക്കണം. ദുരന്തങ്ങളെ തടയാനാവില്ല. എന്നാൽ ദുരന്തത്തിന് ഇരയായവരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്വമാണ്. പണമില്ലാത്തതുകൊണ്ട് പുനരധിവാസം തടസ്സപ്പെടില്ല. കേരളം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സഹായം നൽകും. ദുരന്തത്തിന് ഇരയായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകും. വിശദമായ മെമ്മോറാണ്ടം അയക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത്. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിൽ എത്തിയത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തിയ ശേഷം കൽപ്പറ്റയിലെത്തി. പിന്നീട് റോഡ് മാർഗം ചൂരൽമലയിലെത്തുകയായിരുന്നു. ബെയ്ലി പാലത്തിൽ വെച്ച് സൈനികരെ അഭിവാദ്യം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പഴയന്നൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചേലക്കര നിയോജകമണ്ഡലം ലീഡർഷിപ്പ് മീറ്റിന്റെ ഭാഗമായുള്ള ബൂത്ത് തല നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും എംപിമാരും എംഎൽഎമാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പഴയന്നൂർ മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിൽ തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി PV മോഹൻ, KPCC വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, VP സജീന്ദ്രൻ, KPCC സെക്രട്ടറി M ലിജു, PI ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അവിടെ നിയമസഭാ അംഗവും ലോക്സഭാ അംഗവുമുള്ള പല പ്രദേശങ്ങളുണ്ട്. പക്ഷേ ഏറെ കാലമായി നിയമസഭാ അംഗമില്ലാത്ത ചേലക്കര നിയോജകമണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മറ്റു പലയിടത്തേക്കാളും കൂടുതലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഏറെ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്ക് നിരവധി പഞ്ചായത്തുകൾ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താഴെത്തട്ടിൽ നമ്മുടെ പാർട്ടി, നമ്മുടെ അനുഭാവികൾ വളരെ ശക്തമായി തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പിനും നമുക്ക് ആവശ്യമായ മുന്നൊരുക്കം നടത്താത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവ് ഇത്തവണ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ നേതാക്കളും അതത് പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനം ഉണ്ടായ സ്ഥലത്ത് ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ് പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകുമെന്നും ഇതിന്റെ തീവ്രത കൂടുമ്പോഴാണ് ഭൂചലനമായി മാറുന്നത് എന്നും ഇവിടെയുണ്ടായത് ഭൂചലനമായി ബന്ധമില്ലെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു.
ചാവക്കാട് തഹസീൽദാർ ടി പി കിഷോർ, ഹൈഡ്രോ ജിയോളജിസ്റ്റ് കെ ലീന, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അതേസമയം പുതിയറയിലെ വീടുകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ട സാഹചര്യമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കെട്ടിടങ്ങൾക്ക് കാര്യമായ ബലക്ഷയം ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതായും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. പകർച്ചപ്പനിയും മഴക്കെടുതിയും പിടിമുറുക്കിയ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികൾക്ക് ദുരിതമാകുന്നു. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം. ദേശീയപാത 6 വരിയായി വികസിച്ചതോടെ പുതുക്കാട് സിഗ്നലിലും KSRTC സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോണം അപകടങ്ങളുണ്ടാകുന്നുണ്ട്. ഇവിടെയെല്ലാം അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത വൈദ്യസഹായത്തിന് സമീപിക്കുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയെ ആണ്. എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമാ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 160 പേർ എത്തിയ OP വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള 12 ഡോക്ടർമാരും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട്. എന്നാൽ രാത്രി 8-ന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രം. പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 40 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. അംഗവൈകല്യം സംഭവിച്ചവരും നിരവധി. തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണം എന്നതും നാളുകളായുള്ള ആവശ്യമാണ്. OPയിൽ രോഗികളെ പരിശോധിക്കുന്നയിടത്തും തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേകം സംവിധാനമില്ല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ടോക്കൺ ഏർപ്പെടുത്തണമെന്നും പരിശോധനയിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ്. TCV പുതുക്കാട്. സ്വകാര്യ ഏജൻസി തൃശൂരിൽ നടത്താനിരുന്ന മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാറ്റിവെച്ചത് ഉദ്യോഗാർത്ഥികളെ വലച്ചു. വൈറ്റൽ ജോബ്സ് എന്ന ജോബ് പോർട്ടലിന്റെ നേതൃത്വത്തിലാണ് CMS സ്കൂളിൽ മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് മുൻകൂട്ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് റിക്രൂട്ട്മെന്റിനായി സ്കൂളിലേക്ക് എത്തിയത്. എന്നാൽ എംബസിയുടെ അടക്കം വേണ്ടത്ര അനുമതിയും ലൈസൻസുമില്ലാതെയാണ് വിദേശ കമ്പനികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു തൊഴിൽമേള സംഘടിപ്പിച്ചതെന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘാടകർ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാറ്റിവെച്ചത്. ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അറിയിച്ചിരുന്നു എങ്കിലും ഇതറിയാതെ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. കൃത്യമായ അറിയിപ്പ് നൽകാത്തതിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമുള്ള 1 ലക്ഷത്തിലധികം ജോലി ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതേസമയം ന്യൂനതകൾ പരിഹരിച്ച് മാറ്റിവെച്ച റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മറ്റൊരു ദിവസം സംഘടിപ്പിക്കുമെന്ന് സംഘാടകൻ ഫ്രിജോ കെ ഫ്രാൻസിസ് അറിയിച്ചു. മുണ്ടൂർ പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു കയറി വീട്ടമ്മ മരിച്ചു. 2 പേർക്ക് പരിക്ക്. കാർ യാത്രികയായ കുളത്തൂപ്പുഴ സ്വദേശിനി 53 വയസ്സുള്ള ഷെരീഫയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കുളത്തൂപ്പുഴ സ്വദേശികളായ ഫൈസൽ, ഷെരീഫ് എന്നിവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഷെരീഫിന്റെ നില ഗുരുതരമാണ്. ഫൈസൽ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേശീയപാത മുടിക്കോട് ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന സിമന്റ് മിക്സർ ലോറിക്ക് പുറകിൽ വിറകുമായി പോയിരുന്ന ലോറി ഇടിച്ചാണ് അപകടം. അപകടത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ സുബ്രഹ്മണ്യനെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് GI പൈപ്പുകൾ റോഡിൽ വീണു. വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ വാഹനത്തിലെ ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ ചിതറി വീഴുകയായിരുന്നു. ലോറിക്ക് പുറകിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. യൂണിയൻ തൊഴിലാളികൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റോഡിൽ വീണ ഇരുമ്പ് പൈപ്പുകൾ ലോറിയിൽ കയറ്റിയതിനു ശേഷമാണ് യാത്ര തുടരാനായത്. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ചൂണ്ടലിൽ ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചൊവ്വന്നൂർ സ്വദേശിനി പുളിച്ചാം വീട്ടിൽ ലൈലയ്ക്കാണ് പരിക്കേറ്റത്. ലൈലയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്രസന്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.
തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സും ചൂണ്ടൽ സിഗ്നലിൽ നിന്ന് ഗുരുവായൂർ റോഡിലേക്ക് തിരിയുകയായിരുന്ന ഓട്ടോ ടാക്സിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ബസിന്റെ മുൻവശവും ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗവും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന സന്ദേശമുയർത്തി CBCIയുടെ നേതൃത്വത്തിൽ ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് ബഹുജന റാലിയും പൊതുസമ്മേളനവും തൃശൂരിൽ നടന്നു. സെന്റ് തോമസ് കോളേജിൽ നടന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. പോണ്ടിച്ചേരി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കലിസ്റ്റ് അധ്യക്ഷത വഹിച്ചു. KCBC വൈസ് പ്രസിഡന്റ് മാർ പോളി കണ്ണൂക്കാടൻ, ഫാമിലി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ യൂഹനാൻ മാർ തിയഡോഷ്യസ്, നാഷണൽ എക്യുമെനിക്കൽ പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരത്തിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. Then pro-lifers like Mayra is there, the American, so it's and those people started March for Life in the year 1974. In the year 1971, 1971 ഇന്ത്യ MTP ആക്ട് ഉണ്ടാക്കി. ആദ്യം 20 ആഴ്ച, പിന്നെ 24 ആഴ്ച വരെ നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഇന്ത്യ ലീഗലൈസ്ഡ് MTP ആക്ട് in 1971 to make legal up to abortion up to 20 weeks as legal, and up to in the year 2022 they amended it and said it is legal up to 24. How it is with their മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും ഒരുമിക്കണമെന്ന് മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. സെക്യുലർ ഫോറം തൃശൂരിൽ സംഘടിപ്പിച്ച സെക്യുലർ സ്റ്റേറ്റ് ജനാധിപത്യ വിചാരങ്ങൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെയുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായില്ല എന്നത് സെക്യുലർ ഡെമോക്രാറ്റുകളെല്ലാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെക്യുലർ ഫോറം ചെയർമാനും സാംസ്കാരിക പ്രവർത്തകനുമായ ED ഡേവിസ് രചിച്ച EMSഉം സെക്യുലറിസവും എന്ന പുസ്തകം അഡ്വക്കേറ്റ് KR വിജയയ്ക്ക് നൽകി ഡോക്ടർ തോമസ് ഐസക് പ്രകാശനം ചെയ്തു. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്യുലർ ടീഷർട്ട് ലോഞ്ചിംഗ് മുൻ വനിതാ കമ്മീഷൻ അംഗവും EMSന്റെ മകളുമായ EM രാധ സോലേസ് സെക്രട്ടറി ഷീബ അമീറിന് നൽകി നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ PS ഇക്ബാൽ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C വിമല, സെക്യുലർ ഫോറം തൃശൂർ ജനറൽ കൺവീനർ T സത്യനാരായണൻ എന്നിവർ സംസാരിച്ചു. ഞരളത്ത് ഹരിഗോവിന്ദന്റെ സെക്യുലർ ഗാനാലാപനവും PD പൗലോസ് അവതരിപ്പിച്ച കരിവീട്ടി എന്ന ഏകാംഗ നാടകവും അരങ്ങേറി. വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിച്ച കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ 10 വർഷത്തിനു ശേഷം പിടികൂടി. പറവൂർ വെടിമറ കാഞ്ഞിരപ്പറമ്പിൽ അൻഷാദിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. റോഡിലൂടെ നടന്നുപോയിരുന്ന സ്ത്രീയുടെ 8.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതിയായ അൻഷാദ് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. SI തോമസ്, CPOമാരായ ഉണ്ണികൃഷ്ണൻ, VB ബിനിൽ, അനസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. 2018 ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ദേശമംഗലത്ത് നൽകിയ 12 സെന്റ് സ്ഥലം കാട് പിടിച്ച് നശിക്കുന്നു. ഇഴജന്തുക്കളുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് സ്ഥലമുടമയും അയൽവാസികളും. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം കൊറ്റമ്പത്തൂരിൽ 2018 ഉരുൾപൊട്ടലിൽ 4 ജീവനുകളും 35ഓളം കുടുംബങ്ങൾക്ക് വീടും നഷ്ടമായിരുന്നു. ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് അധ്യാപികയായ ദേശമംഗലം വാളേരി വീട്ടിൽ ചന്ദ്രമതി സ്ഥലം സൗജന്യമായി നൽകിയത്. 4 കുടുംബങ്ങൾക്കെങ്കിലും ഇവിടെ വീട് നൽകാമെന്ന് അന്നത്തെ ദേശമംഗലം വില്ലേജ് ഓഫീസറും തലപ്പിള്ളി താലൂക്ക് തഹസീൽദാറും പറഞ്ഞിരുന്നു. എന്നാൽ വീട് നഷ്ടമായവർക്ക് സർക്കാരും സേവാഭാരതിയും ചേർന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി. ഇതോടെ ഈ സ്ഥലം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെയും മറ്റു മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമായി മാറി. പന്നികൾ ഉൾപ്പെടെ സ്ഥലം കയ്യേറിയതോടെ വീട്ടിലെ പല കൃഷികളും ഇവ നശിപ്പിക്കുകയാണെന്ന് ചന്ദ്രമതി ടീച്ചർ പറയുന്നു. 54 സെന്റിൽ നിന്ന് ഒരു 12 സെന്റ് സ്ഥലം 4 വീട് വെക്കാനായി കൊടുത്തു. എന്നാൽ ഇന്ന് വരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പല പ്രാവശ്യം ഞാൻ താലൂക്കിൽ കയറിയിറങ്ങി, വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങി. ഇപ്പോൾ ആ സ്ഥലം മൊന്ത കെട്ടി പന്നി, പാമ്പ്, മുള്ളം പന്നി മുതലായ ഇതര ജീവികളുടെ ശല്യം, അയൽവാസികൾക്കും ബുദ്ധിമുട്ടാണ്.
ഇത് സംബന്ധിച്ച് നിരവധി തവണ അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ അധികൃതരുടെ നിസ്സംഗത വെടിഞ്ഞ് വയനാട്ടിലെ ദുരിതബാധിതർക്കെങ്കിലും ഈ സ്ഥലം ഉപകാരപ്രദമാക്കണമെന്നാണ് ടീച്ചറുടെ നിലവിലെ ആവശ്യം. TCV ചെറുതുരുത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം മുൻ പ്രൊഫസർ P. സുകുമാരൻ രചിച്ച ഇരുളിൽ തെളിഞ്ഞ തിരുനാളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ KV രാമകൃഷ്ണൻ പുസ്തകം ചലച്ചിത്ര സംവിധായകൻ കാവിൽ രാജിന് നൽകി പ്രകാശനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ രാധിക അശോകൻ, ബീന മുരളി, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി KP രാധാകൃഷ്ണൻ, ഡോക്ടർ CE കൃഷ്ണൻ, പ്രൊഫസർ VK ശശികുമാർ, ഡോക്ടർ VS ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പനഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. കാവല്ലൂർ കവിത സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കവിത കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണ്. കർഷകരായ മോഹനൻ കോവാത്ത്, രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അളഗപ്പനഗർ പഞ്ചായത്ത് മെമ്പർമാരായ ജിഷ്മ രഞ്ജിത്ത്, PS പ്രീജു എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിസ്ഥലത്ത് ഡീസൽ ഒഴിച്ച് കാട്ടുപന്നിയെ കുഴിച്ചുമൂടി. കഴിഞ്ഞ മാസവും പ്രദേശത്തിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നിരുന്നു. പോർക്കുളം പഞ്ചായത്തിലെ കുതിരപ്പാടം, വേദക്കാട് പാടങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. 200 ഏക്കറോളം സ്ഥലത്താണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത്. ഞാറ്റടി ഒരുക്കി വിത്ത് വിതയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാറിന് മൂപ്പെത്തുന്നതോടെ പറിച്ചുനടിയിൽ ആരംഭിക്കും. കൃഷിഭവനിൽ നിന്ന് സബ്സിഡിയായി ലഭിച്ച ഉമാവിത്താണ് കൂടുതൽ കർഷകരും കൃഷി ചെയ്യുന്നത്. പാടശേഖരങ്ങളിൽ വളരുന്ന വരിനെൽ കർഷകർക്ക് ശല്യമാകുന്നുണ്ട്. ഇത് ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിച്ചാണ് ഞാറ്റടി തയ്യാറാക്കുന്നത്. പതിറ്റാണ്ടായി കർഷകർ ഉപേക്ഷിച്ച ചേറ്റുവിത ഇത്തവണ കുറച്ച് കർഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. മുളപ്പിച്ച് വിത്ത് ചേറിൽ വിതറുകയും പിന്നീട് ഞാറു പറിച്ച് നടാതെ അതേ പാടത്ത് തന്നെ വളർത്തി വിളവെടുക്കുകയുമാണ് ചെയ്യുന്നത്. ബംഗാൾ വിത്തായ അമ്പാനും ഏതാനും കർഷകർ ഇത്തവണ കൃഷിയിറക്കുന്നുണ്ട്. 4 മാസത്തെ പരിചരണത്തിന് ശേഷം ഡിസംബറോടെ കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. TCV ന്യൂസ്, കുന്നംകുളം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സ്കഫോൾഡ് പദ്ധതിയിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മോഡൽ ബോയ്സ് സ്കൂളിൽ നടന്ന സംഗമത്തിൽ സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ E ശശിധരൻ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ K അരുൺ മോഹൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി തുടങ്ങിയവർ പങ്കെടുത്തു. കലാവിദ്യാഭ്യാസ രംഗത്ത് കേരള ലളിതകലാ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനാത്മകവും സർഗാത്മകവുമായ ആശയങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് പ്രേരണയും പ്രചോദനവുമാകുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിശകലനം ചെയ്യുന്ന ദേശീയ സിമ്പോസിയം മുളകുന്നത്തുകാവ് കിലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലാവിദ്യാഭ്യാസ പദ്ധതിയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളീകൃഷ്ണൻ, അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, കേരള സാഹിത്യ അക്കാദമി അംഗം വിജയരാജ മല്ലിക, ചിത്രകാരിയും കലാചരിത്രാധ്യാപികയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ, കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ലേഖ നാരായണൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാസ്ഥാപനങ്ങളിൽ നിന്നും പ്രിൻസിപ്പാൾമാരുൾപ്പെടെ 68 കലാധ്യാപകരാണ് സിമ്പോസിയത്തിൽ പങ്കെടുത്തത്. പണിക്കര് ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പൊ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി ആലാട്ട് തറവാട് ഒരുങ്ങി. പ്രസിദ്ധമായ ഏറ്റുമാനൂർ, ശബരിമല, ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ആലാട്ട് വീട്ടിലെ ബാബുവും കൃഷ്ണൻകുട്ടിയും. ചെമ്മന്തിട്ട പാടശേഖരം വെള്ളക്കെട്ടിൽ മുങ്ങിയെങ്കിലും കതിരുകൾക്ക് നാശമൊന്നും സംഭവിക്കാതെ 100 മേനി വിളവാണ് ആലാട്ട് തറവാട്ടിൽ ഇത്തവണ ലഭിച്ചത്. പലയിടത്തും ഇല്ലം നിറയ്ക്കായി കൃഷി ചെയ്ത കതിർക്കറ്റകൾ വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴുന്നതിനാൽ മിക്ക ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇവിടങ്ങളിലേക്കെല്ലാം വ്രതശുദ്ധിയോടെ ഒരുക്കിയ കതിരുകൾ നൽകാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥരാണെന്ന്
ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷിക്കാരായ ആലാട്ട് ബാബുവും കൃഷ്ണൻകുട്ടിയും പറയുന്നു. സമൂഹം പരിഷ്കാരങ്ങൾ പിന്നിടുമ്പോഴും സമ്പൽ സമൃദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന ഇല്ലം നിറയെ ചേർത്തുപിടിക്കുന്ന സംസ്കാരം ഇന്നുമുണ്ട്. അതുകൊണ്ടുതന്നെ കതിരുകൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലും പുത്തൻ തലമുറയുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വേണ്ട കതിരുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. TCV എരുമപ്പെട്ടി. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ഫിസ അയ്യൂനി സ്വർണ്ണ മെഡലും മികച്ച താരത്തിനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. അണ്ടർ 15 39 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേടിയത്. എരുമപ്പെട്ടി കല്ലിങ്ങലകത്ത് ഹുസൈൻ ഫാത്തിമ ദമ്പതികളുടെ മകളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകി. ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഏറ്റുവാങ്ങി. പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ ഒരു മാസത്തെ MLA പെൻഷൻ തുകയായ 30,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാൽ, NB മോഹനൻ, അഹമ്മദ് മുല്ല, ശാലിനി രാമകൃഷ്ണൻ, ബാഹുലേയൻ പള്ളിക്കര, വത്സൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല സ്വദേശ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു, VS സൂരജ്, KS ജിൽസൺ, KM മുംതാസ്, ജോൺ ജോസഫ്, PR സൈജു തുടങ്ങിയവർ സംസാരിച്ചു. KKTM GHSS 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെന്റ്. സംസ്ഥാനത്ത് ഈ മാസം 14 വരെ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക സാധ്യതകളുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശം നൽകി. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,430 രൂപ, പവന് 51,440 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,130 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ദുരിതബാധിതരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരാശയക്കുഴപ്പവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും MP-മാരും MLA-മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് എന്നും VD സതീശൻ. ഭൂമിക്കടിയിൽ പ്രകമ്പനമുണ്ടായ ചാവക്കാട് തിരുവത്ര പുതിയറ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികൾക്ക് ദുരിതമാകുന്നു. രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ. സ്വകാര്യ ഏജൻസി തൃശൂരിൽ നടത്താനിരുന്ന മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മാറ്റിവെച്ചത് ഉദ്യോഗാർത്ഥികളെ വലച്ചു. കൃത്യമായ അറിയിപ്പ് ലഭിക്കാത്തതിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. ന്യൂനതകൾ പരിഹരിച്ച് മാറ്റിവെച്ച റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മറ്റൊരു ദിവസം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ. മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു കയറി വീട്ടമ്മ മരിച്ചു. ചൂണ്ടലിൽ ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.